ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാമത്തെ ചാപ്റ്ററായ വർക്ക് ആൻഡ് എനർജിയാണ്. അപ്പോൾ നമ്മളവിടെ എന്തൊക്കെ പഠിച്ചു? വർക്ക് എന്താണെന്ന് പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്ക് എന്താണെന്ന് പഠിച്ചു, വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു, വർക്ക് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്താ പഠിച്ചത്? വർക്കിനകത്തുള്ള യൂണിറ്റ്, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എത്രയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ആ ക്ലാസ് കണ്ടിട്ട് ഇത് കാണുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കാരണം ഇതിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എനർജിയെ പറ്റിയാണ്. ഓക്കെ, എന്താണ് എനർജി എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എനർജി. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് എനർജി, ഉത്തരം എന്താണ്? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ജോലി ചെയ്യാനുള്ള, ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ജോലിയല്ല, ഫിസിക്സിനകത്തുള്ള ജോലി അല്ലേ? എന്താണത്? വർക്ക് അല്ലേ? വർക്ക് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി എന്ന് വിളിക്കുന്നത്. പലതരം എനർജികളുണ്ട് അല്ലേ? ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, മെക്കാനിക്കൽ എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി, അങ്ങനെ ഒരുപാട് തരം എനർജികളുണ്ട്. അപ്പോൾ എന്താ ഈ എനർജി അബിലിറ്റി ടു ഡു വർക്ക് എന്ന് പറയുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. ഇലക്ട്രിക്കൽ എനർജി നമുക്കറിയാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്ന സാധനം അറിയാലോ എല്ലാവർക്കും. ബാറ്ററി നമ്മളതിന് സെല്ലെന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഈ ബാറ്ററി നമുക്ക് തരുന്നത് എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ കയ്യിലൊരു ബാറ്ററി കിട്ടി. ആ ബാറ്ററിയിൽ എനർജി ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ അതിനെ എന്ത് ചെയ്യും? അത് വർക്ക് ചെയ്യിപ്പിക്കുക. സാധാ റിമോട്ടിനകത്തിട്ടൊന്ന് ഓണാക്കി നോക്കും അല്ലേ? അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എനർജി ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളേ, ആ പറയുന്ന റിമോട്ടിൽ നമ്മൾ ഇട്ടപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ട്? എനർജി ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനർജി ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഒരു ഒബ്ജക്റ്റിന് വർക്ക് ചെയ്യാനുള്ള കഴിവാണെന്ത്? എനർജി. എനർജി ഉണ്ടെങ്കിലേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എനർജി ഉണ്ടോ എന്ന് അറിയാനുള്ള വഴി എന്ത് തന്നെയാണ്? അതിനെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിയുന്നത്? അപ്പോൾ എനർജി നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എനർജി കണ്ടുപിടിക്കാനുള്ള ഏക വഴി എന്താണ്? അതിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് സെയിമായി എനിക്ക് പറഞ്ഞുകൂടെ? ആണോ അല്ലേ? അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് തന്നെയാണ് എന്ത്? എനർജിയുടെ യൂണിറ്റ്. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണ് എനർജിയുടെ യൂണിറ്റ്? എന്താണ്? ജൂളാണ് എനർജിയുടെ യൂണിറ്റ്. കാരണം മുന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു വർക്കിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. എന്തുകൊണ്ടാണ് എനർജിയുടെ യൂണിറ്റ് ജൂളായത്? എനർജി ഉണ്ടോ എന്നറിയാനുള്ള ഏക വഴി വർക്ക് ചെയ്യിപ്പിക്കലാണ്. അപ്പോൾ വർക്കിലൂടെയാണ് നമ്മൾ എനർജി മെഷർ ചെയ്യുന്നത്. സോ വർക്കിനും എനർജിക്കും ഒരേ യൂണിറ്റ്. ഇനി നമ്മൾ എനർജി കൺവീനിയൻസിന് വേണ്ടിയിട്ട് എനർജിയുടെ പലതരം യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ആഹാരത്തിൽ അല്ലെങ്കിൽ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എത്ര എനർജി കിട്ടുന്നു എന്നത് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കാലറി എന്ന് പറയുന്നത്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അല്ലേ? കാലറി, അതിൻ്റെ വലിയ യൂണിറ്റാണ് എന്ത്? കിലോ കാലറി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന അടുത്ത പോയിന്റ് എനർജി ഫ്രം ഫുഡിൻ്റെ യൂണിറ്റ് എന്താണ്? അത് കിലോ കാലറിയാണ്. ഇനി കിലോ കാലറിയുടെ ചെറിയ യൂണിറ്റാണ് കാലറി. ഒരു കാലറി എന്നാൽ അത് 4.2 ജൂളിന് ഈക്വലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഡയറ്റൊക്കെ എടുക്കുന്ന ഒരു സമയം വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നു, ബോഡിയൊക്കെ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. ആ എനർജി നമ്മൾ അളക്കുന്ന എന്തിലാണ്? ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിലല്ല. ഏതിലാണ്? കാലറീസിലാണ്. അതായത് ഒരു ബ്രെഡ് ഞാൻ കഴിച്ചാൽ അതിൽ നിന്ന് എനിക്ക് എത്ര ഊർജം കിട്ടും, എത്ര കാലറി കിട്ടും, അതാണ് കാലറി കൗണ്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ? ആഹാരത്തിലുള്ള എനർജിയുടെ അളവ് അളക്കുന്ന യൂണിറ്റാണ് കാലറി, അതിൻ്റെ വലിയ യൂണിറ്റാണ് കിലോ കാലറി. ഒരു കാലറി 4.2 ജൂളാണെങ്കിൽ ഒരു കിലോ കാലറി 4200, അതായത് ജസ്റ്റ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് അർത്ഥം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. The quantity of energy contained in a ripe mango is 840 kilojoule. അതായത് ഒരു മാങ്ങയിൽ എത്ര കിലോ ജൂൾ എനർജി ഉണ്ട്? 840 കിലോ ജൂൾ എനർജിയാണ് ഉള്ളത്. ഇത് എത്ര കാലറിക്ക് ഈക്വൽ ആണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാവുന്നുള്ളൊരു കാര്യം എന്താണ്? നമുക്ക് ആകെ അറിയാവുന്നുള്ളത് ഒരു കാലറി എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 4.2 ജൂളാണ്.
നമുക്കറിയാം 840 കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 840 കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? 840 ഒരു 30 ജൂളിന് ഈക്വലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 ജൂളാണ്. എത്രയോ കാലറി ഉണ്ട്, അത് എത്രയാണ്? 84000 ജൂളിന് ഈക്വലാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 8412340 ഡിവൈഡഡ് ബൈ 4.2. ഓക്കെ, എത്രയാണ്? 8412340 ഡിവൈഡഡ് ബൈ 4.2 എത്രയെന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അത് എത്രയ്ക്ക് ഈക്വലാണ്? നമ്മളത് ചെയ്ത് നോക്കും, വലിയ സംഖ്യ കിട്ടും. 20000 കാലറീസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, ഒരു റൈപ്പ് മാംഗോയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, എത്രയാണ്? 2 1 2 3 4 5 0 ഇത്രയും കാലറീസ് ആണ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നത്? ഒരു റൈപ്ഡ് മാംഗോയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജിയെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം എനർജി ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു 9ാം ക്ലാസ്സിൽ നമുക്ക് എന്തിനെ പറ്റി പഠിച്ചാൽ മതി? മെക്കാനിക്കൽ എനർജിയെ പറ്റി പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, നമുക്കറിയാം എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ചെയ്യാനുള്ള കഴിവാണ് അല്ലേ? അതായത് ഒരു ഒബ്ജക്റ്റിൽ എനർജി ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കറിയാം വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാനും അതിലൂടെ ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറ്റാനും ആർക്ക് പറ്റും? ഒരു ഒബ്ജക്റ്റിന് പറ്റുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തു എന്നർത്ഥം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടെന്നർത്ഥം? എനർജി ഉണ്ടെന്നർത്ഥം. അതായത് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മോഷൻ കാരണമോ അല്ലെങ്കിൽ അതിരിക്കുന്ന പൊസിഷൻ കാരണമോ അല്ലെങ്കിൽ അതിരിക്കുന്ന കോൺഫിഗറേഷൻ കാരണമോ അതിനെന്ത് കിട്ടുകയാണ്? എനർജി കിട്ടുകയാണ്. ആ എനർജി ഉപയോഗിച്ച് അതിന് വർക്ക് ചെയ്യാൻ പറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സിനിമയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അല്ലേ? നായകനോ നായികയോ ആരെങ്കിലും ഡോറിനകത്ത് കുടുങ്ങി റൂമിനകത്ത് നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ ഇത് ചവിട്ടി പൊളിക്കാൻ വരുന്ന നായകനാകാം വില്ലനാകാം ആരോ ആയിക്കോട്ടെ, അവർ നിന്നുകൊണ്ട് ചവിട്ടിയ ഡോറ് തുറക്കത്തില്ല. അവർ ഓടിക്കൊണ്ട് വന്ന് എന്ത് ചെയ്യും? ഒരൊറ്റ ചവിട്ട് എടുക്കൊണ്ട് ഡോർ എന്ത് ചെയ്യും? അങ്ങനെ തുറന്ന് പോവും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഓടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ റെസ്റ്റിലല്ലാതെ മോഷനിലോട്ട് വരികയാണ്. അതായത് ആ ഓടി വന്ന മോഷൻ കാരണം അയാൾക്ക് കുറച്ച് കൂടുതൽ ഊർജ്ജം കിട്ടി, അതുകൊണ്ടല്ലേ അതിനെ ചവിട്ടി തുറക്കാൻ പറ്റി. അപ്പോൾ മോഷൻ കാരണം നമുക്ക് എന്ത് കിട്ടാം? ആദ്യം ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി എനർജി കിട്ടാം. അപ്പോൾ മോഷനിലൂടെ കിട്ടുന്ന എനർജി മെക്കാനിക്കൽ എനർജി. ഇനി പൊസിഷനിലൂടെ കിട്ടുന്ന എനർജിയുടെ എക്സാമ്പിൾ എടുക്കുക. നിങ്ങളൊരു തെങ്ങിൻ്റെ അടുത്ത് നിൽക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു വലിയ പൊക്കമുള്ളൊരു തെങ്ങാണ്. തെങ്ങിൽ നിറച്ച് എന്തുണ്ട്? തേങ്ങയുണ്ട്. ഈ പറയുന്ന തേങ്ങ നിങ്ങളുടെ തലയിലേക്ക് വന്ന് വീഴുന്നു എന്ന് വിചാരിക്കുക. തല പൊട്ടും, എന്ത് വരും? ചോര വരൂലേ? അപ്പം അങ്ങനെ ഈ പറഞ്ഞ തേങ്ങയ്ക്ക്, ഇപ്പം തേങ്ങ നിങ്ങളുടെ അടുത്ത് കിടക്കുക എന്ന് വിചാരിക്കുക. ആ തേങ്ങയ്ക്ക് നിങ്ങൾ ചതയ്ക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. അപ്പോൾ ഈ തേങ്ങ തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എന്താ? ഈ പറയുന്ന തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ പറയുന്ന പൊസിഷൻ കാരണം അതിന് കുറച്ച് എനർജി കിട്ടി. ആ എനർജിയാണ് അത് അങ്ങോട്ട് പ്രയോഗിച്ചത്, നമ്മുടെ തലയിലോട്ട് പ്രയോഗിച്ചത്. അങ്ങനെയാണ് നമ്മുടെ തല പൊട്ടുന്നത്. അതായത് ഈ തെങ്ങ് വളർന്ന് മുകളിലെത്താനായിട്ട് കുറേ എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ താഴെ നിന്ന് ഈ പറഞ്ഞ ഉയരത്തിലോട്ട് ആ തേങ്ങ നിൽക്കാനായിട്ട് കുറേ എനർജി ഉപയോഗിച്ചിട്ടുണ്ട്. ആ എനർജി അതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും അവസരം കിട്ടുമ്പോൾ അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ പൊസിഷൻ കാരണവും ഒരു ഒബ്ജക്റ്റിന് എന്ത് കിട്ടാം? എനർജി കിട്ടാം. ഇനി കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നോക്കി, ഈ ഒരു അമ്പും വില്ലും ഈ പറയുന്ന അമ്പിനെ ഞാൻ ഇങ്ങനെ ഈ പറയുന്ന സ്ട്രിങ് വലിച്ചു പുറകിലോട്ട് എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് എനർജി കൊടുത്തതിനെ വലിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷൻ ഞാൻ ഒന്ന് കൈയെടുത്താൽ ഈ അമ്പ് എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. അപ്പോൾ അമ്പ് മുന്നോട്ട് പോകണമെങ്കിൽ, ഒരാളുടെ ദേഹത്ത് പോയി കൊള്ളണമെങ്കിൽ അതിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? അതിന് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ വർക്ക് ചെയ്യാനുള്ള കഴിവ് എവിടെ നിന്നാണ് കിട്ടിയേ? അത് ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് കിട്ടിയത് അല്ലേ? വെറുതെ ഞാൻ സൈഡിൽ ഒരു അമ്പിനെ എടുത്തിട്ടാൽ അതിന് തുല്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ കോൺഫിഗറേഷൻ ഇരുന്നത് കൊണ്ടാണ് അതിന് എനർജി കിട്ടിയത്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് മോഷനിലൂടെയോ അല്ലെങ്കിൽ അതിരിക്കുന്ന പൊസിഷനിലൂടെയോ അല്ലെങ്കിൽ അതിരിക്കുന്ന കോൺഫിഗറേഷനിലൂടെയോ കിട്ടുന്ന എനർജിയെ നമുക്ക് എന്ത് വിളിക്കാം? മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കാം. ഈ മെക്കാനിക്കൽ എനർജി 2 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് വരുന്നത് പൊട്ടൻഷ്യൽ എനർജി, രണ്ടാമത്തേത് കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കാമോ?
നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു എന്താണ് എനർജി എന്ന്. എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. കാരണം എനർജി നമ്മൾ മനസ്സിലാക്കുന്നത് വർക്കിലൂടെയാണ്. എനർജിയുടെ മറ്റൊരു യൂണിറ്റാണ് കാലറിയും കിലോ കാലറിയും. ഒരു കാലറി 4.2 ജൂളും ഒരു കിലോ കാലറി 4200 ജൂളുമാണ്. അടുത്ത് നമ്മൾ പഠിച്ചു മെക്കാനിക്കൽ എനർജി. ഒരു ഒബ്ജക്റ്റിന് മോഷനിലൂടെയോ പൊസിഷനിലൂടെയോ കോൺഫിഗറേഷനിലൂടെയോ കിട്ടുന്ന എനർജിയാണ് എന്ത്? മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എത്ര ടൈപ്പ് ഉണ്ട്? പറഞ്ഞേ, 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണത്? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കേസുകൾ നിങ്ങൾ ആലോചിക്കുക. ഏതൊക്കെയാണ്? ഒന്ന് തെങ്ങിൻ്റെ കേസ്. ഓക്കെ, തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന തേങ്ങ, ഞാൻ ഈ വലിച്ചു വച്ചേക്കുന്ന അമ്പും വില്ലും, ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ അതിരിക്കുന്ന കോൺഫിഗറേഷനിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ എന്ത് എനർജി കിട്ടുന്നതെങ്കിൽ ആ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. So the potential energy is the energy possessed by an object due to its position or കോൺഫിഗറേഷൻ. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് എടുക്കാം. എന്താ ഈ പറയുന്ന ഒരു ടോയ് കാർ അല്ലേ? ഈ ടോയ് കാർ ഞാൻ ഇങ്ങനെ ഒരു ചരിഞ്ഞ പ്രതലത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചത് കൊണ്ടാണ് ഇത് കൈയെടുക്കുമ്പോൾ ഉരുണ്ടു പോകുന്നത്. ഇല്ലാതെ നേരെ വെച്ചിരുന്നെങ്കിൽ അത് ഉരുണ്ടു പോകുമായിരുന്നോ? ഇല്ല. അപ്പം ഈ പറയുന്ന പൊസിഷൻ ഉള്ളത് കൊണ്ടല്ലേ അതിന് എനർജി കിട്ടിയത്? ആണ്. ഇനി നമ്മുടെ അമ്പും വില്ലിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അമ്പും വില്ലിൽ ഞാൻ ഈ പറയുന്ന ആ വില്ലുണ്ടാക്കി അതിൽ ഈ നൂല് ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു നൂലിനെ കെട്ടി അതിൽ ഈ അമ്പിനെ വെച്ച് ഞാൻ വലിച്ചു വയ്ക്കുമ്പോൾ ആ കോൺഫിഗറേഷനിലൂടെ അല്ലേ എനർജി കിട്ടുന്നത്? ആണ്. അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞ എല്ലാവരും, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? എനർജി പൊസസ്ഡ് ബൈ എ ഒബ്ജക്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പൊസിഷനിലൂടെ കിട്ടുന്ന എനർജിയും മറ്റൊന്ന് കോൺഫിഗറേഷനിലൂടെ കിട്ടുന്ന എനർജിയും. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാലും നമുക്ക് ഈ എക്സാമ്പിളിലൂടെ നോക്കാം. തെങ്ങിൻ്റെ മുകളിലെ തേങ്ങ പറഞ്ഞേ. ഇനി എക്സാമ്പിളൊന്നും ആവശ്യമില്ലല്ലോ, ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണത്? എനർജി ഡ്യൂ ടു പൊസിഷൻ. പ്രസ് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിങ് കോൺഫിഗറേഷൻ. ടാങ്കിലിരിക്കുന്ന വെള്ളം പൊസിഷൻ. പോൾ വാട്ടിൽ ചാടുന്ന അത്ലീറ്റ് കോൺഫിഗറേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി പൊസിഷനും കോൺഫിഗറേഷനും വെച്ച് പൊട്ടൻഷ്യൽ എനർജി ക്ലാസിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം എങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എടാ പറയടാ, നമുക്കറിയാം എന്താണ് ഈ പറയുന്ന എനർജി എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലാണ്? വർക്കിന് ഈക്വലാണ്. നമ്മളിപ്പോൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്ന് ഡ്യൂ ടു പൊസിഷൻ, രണ്ടാമത്തെ ഡ്യൂ ടു കോൺഫിഗറേഷൻ. പക്ഷേ നമുക്ക് എന്ത് പഠിച്ചാൽ മതി? പൊസിഷനിലൂടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചാൽ മതി. അപ്പോൾ പൊസിഷനിലൂടെ കിട്ടുന്ന എനർജിയുടെ കാര്യം പറയാൻ നമ്മൾക്ക് വീണ്ടും നമ്മുടെ തെങ്ങിലോട്ട് പോവാം. അപ്പോൾ തെങ്ങുണ്ട്, തെങ്ങിൽ തേങ്ങയുണ്ട്. ഈ തേങ്ങ തറയിലാണ് കിടന്നതെങ്കിൽ നമുക്കറിയാം അതിന് ഒരു എനർജിയും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് ഈ പറയുന്ന ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്, ഈ പറയുന്ന ഒരു ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതിന് എന്തുള്ളത്? അതിന് എനർജി ഉള്ളത്. അപ്പോൾ ഈ എനർജി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് തറയിൽ നിന്നും മുകളിലോട്ട് നിൽക്കുമ്പോൾ അതിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണ്? തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു, വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഓർമ്മയില്ലേടാ? ആ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? അതാണ് mgh. അപ്പോൾ പൊസിഷൻ കാരണമുള്ള എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അത് തന്നെയല്ലേ? കാരണം എന്താണ്? പൊസിഷൻ കാരണം എന്ന് പറയുമ്പോൾ അത് ഭൂമിയുടെ സർഫസിൽ നിന്നുള്ള പൊസിഷനാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനർജി ഡ്യൂ ടു പൊസിഷൻ is equal to work done against gravity, that is equal to mgh. കിട്ടിയില്ലേ? അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ എനർജി ഡ്യൂ ടു പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh. അതിൽ m എന്ന് വെച്ചാൽ മാസ്, g എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, 9.8 m/s². h എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കാമോ? അപ്പോൾ ചോദ്യം പറയുന്നത് എന്താണ്? ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 കിലോഗ്രാം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് 50 കിലോഗ്രാം ആണ്. അത് 8 മീറ്റർ ഉയരത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയുന്നുണ്ട്, കണ്ടോ, നമ്മളെപ്പോഴും റെഫറൻസ് ലെവൽ എന്ന് പറയുന്നതായിട്ട് എടുക്കുന്ന ആരാണ്? നമ്മുടെ ഭൂമിയുടെ സർഫസാണ്. അതായത് ഗ്രൗണ്ട് ലെവലിലുള്ള എനർജി 0വും മുകളിലോട്ട് പോകുന്നതോറും എനർജി ഉണ്ടാവുകയും എന്നാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോഗ്രാം ആണ്. അത് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്? ഹൈറ്റ് 8 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. 8 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താണ്? അത് mgh ആണ്. അപ്പോൾ എത്രയാണ് m എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഇൻറ്റു g എത്രയാണ്? 9.8 ഇൻറ്റു h എത്രയാണ്? 8 ആണോ അല്ലേ?
അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 ഇൻറ്റു 8 ഇൻറ്റു 9.8 കിട്ടുമ്പോൾ നമുക്ക് 3.920 ജൂൾ എന്ന് നമ്മുടെ ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് പഠിക്കാം? കൈനറ്റിക് എനർജി എന്താണെന്ന് പഠിക്കാം. ഞാൻ പറഞ്ഞ കേസ് ഏതാണ്? നമ്മുടെ നായകൻ ഡോറ് ഓടി വരുന്നു, ചവിട്ടി പൊളിക്കുന്നു. ഓടി വന്നപ്പോൾ കിട്ടിയ എനർജി. ഇനി കടലിൽ നമുക്ക് ബീച്ചിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷെ സുനാമി അടിക്കുമ്പോൾ ആരെല്ലാം ബീച്ചിൽ പോകുമില്ല. കാരണം തിരമാല ഒരു ചെറിയ സ്പീഡിൽ വന്ന് അടിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ സ്പീഡിൽ ഒരുപാട് സ്പീഡിൽ വന്ന തിരമാല ഡേഞ്ചറാണ്. കാറ്റടിക്കുന്ന കാര്യം അല്ലേ, കാറ്റ് പതുക്കെ അടിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ചുഴലിക്കാറ്റടിച്ചാലോ അത്ര നല്ലതല്ല. അപ്പോൾ നമുക്കറിയാം മോഷൻ അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന് നല്ല രീതിയിൽ എനർജി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചലനത്തിലൂടെ അല്ലെങ്കിൽ മോഷനിലൂടെ ഒരു ഒബ്ജക്റ്റ് എനർജി കിട്ടുകയാണെങ്കിൽ ആ എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി, അപ്പോൾ പോയിന്റ് പഠിച്ചോ? വാട്ട് ഈസ് കൈനറ്റിക് എനർജി? ദ എനർജി possessed by a object by virtue of its motion is called kinetic energy. The energy possessed by a object by virtue of its motion is called kinetic energy. അപ്പോൾ കൈനറ്റിക് എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അതറിയാനായിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൈനറ്റിക് എനർജി നോക്കാൻ എന്താ ഇവിടെ നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക. ഒരു ചെറിയ ബോക്സ് എടുക്കുക, ഇതുപോലെ ചരിഞ്ഞൊരു പ്രതലം എടുക്കുക, ഇതിനകത്തൊരു ടിൻ എടുക്കുക. ഒരു പൗഡർ ടിന്നാണ്, ആണ്, അകത്തൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? നമ്മളിതിന് ഉരുട്ടി വിട്ടാൽ എന്ത് പറ്റും? ഇതിവിടെ വന്ന് തട്ടും, ഇതിങ്ങോട്ട് മൂവ് ചെയ്യും. ഇനി ഇതേ പൗഡർ ടിന്നെ നിറച്ചു ഞാൻ മണ്ണ് നിറച്ചു. അതായത് അതിൻ്റെ മാസ് ഞാൻ എന്ത് ചെയ്തു? കൂട്ടി. എന്നിട്ട് ഞാൻ ഉരുട്ടി വിട്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം പോയതിനേക്കാൾ കൂടുതൽ ദൂരെ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. അതായത് ഇവിടെ കൂടുതലായി എന്ത് നടന്നു? വർക്ക് നടന്നു. അതിൻ്റെ അർത്ഥം ആ ഒബ്ജക്റ്റിന് കൂടുതലായി എന്ത് കിട്ടി? എനർജി കിട്ടി. അപ്പോൾ എനിക്ക് പറഞ്ഞൂടെ ഒബ്ജക്റ്റിൻ്റെ മാസ് കൈനറ്റിക് എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന്? ഓക്കെ. ഇനി ഇവിടെ നിന്നാണ് ഞാൻ ആദ്യം ഉരുട്ടി വിട്ട ഫസ്റ്റ് പൊസിഷൻ. ഇനി ഇതേ ടിന്നിനെ ഞാൻ കുറച്ചുകൂടെ ഉയരത്തിൽ നിന്നാണ് ഉരുട്ടി വിടുന്നതെങ്കിൽ അപ്പോഴും നമുക്കറിയാം ആദ്യം പോയതിനേക്കാളും എന്ത് ചെയ്യും? കൂടുതൽ ദൂരം പോവും. അപ്പോൾ അതിനകത്തുള്ള മണ്ണ് മാറ്റിയിട്ടുണ്ട് കേട്ടോ, വെറും കാലിക്കുപ്പിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മുകളിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ വെലോസിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റിയും കൈനറ്റിക് എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ സിമ്പിളായി നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചാൽ അതിലൊന്ന് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, എങ്കിൽ രണ്ട് എന്താണ്? രണ്ട് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എത്രയെണ്ണം? രണ്ടെണ്ണം. ഒന്ന് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, മറ്റൊന്ന് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. യൂണിറ്റ് സെയിം തന്നെയാണ്, ജൂൾ. എങ്കിൽ വീണ്ടും നമ്മൾ പറയുന്നു എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം? കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള വഴി വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ അത് മോഷൻ കാരണം ഉണ്ടാകുന്ന വർക്കാണ്. നമുക്കറിയാം വർക്കിൻ്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷെ പ്രശ്നം നമ്മളിപ്പോൾ പറഞ്ഞു കൈനറ്റിക് എനർജി രണ്ട് കാര്യങ്ങളെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്ന് ഒബ്ജക്റ്റിൻ്റെ മാസും മറ്റൊന്ന് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി. അപ്പം നമുക്ക് കിട്ടേണ്ട ഇക്വേഷനും ഇവർ രണ്ടുപേരുടെയും ടേംസിലാവണ്ടേ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നിരുന്നപ്പോഴാണ് നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോഴ്സ് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി. ഓക്കെ, എന്തുവാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുകയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണത്? അത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം എന്താ? ഈ എഫിന് വരെ നമ്മളിവിടുത്തെ എം എ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഈക്വൽ ടു MAS എന്ന് കിട്ടി. അപ്പോഴും പ്രശ്നമുണ്ട്, വെലോസിറ്റി വന്നില്ല. അപ്പോൾ ആക്സിലറേഷനും വെലോസിറ്റി നമുക്ക് ബന്ധിപ്പിക്കണം. നമുക്കറിയാം വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? u² പ്ലസ് എന്താണ്? 2as ആണ്. നിങ്ങൾ ചോദിക്കും ഇത് എവിടെ നിന്ന് വന്നടാ? ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചില്ലേ? അവിടെ വെലോസിറ്റി റിലേഷൻ പഠിച്ചില്ലേ? വെലോസിറ്റി ആക്സിലറേഷൻ തമ്മിലുള്ള ബന്ധം പഠിച്ചില്ലേ? സോ നമ്മൾ പറയുകയാണ് ഒബ്ജക്റ്റ് ആദ്യം റെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ? പൗഡർ ടിന്നിൻ്റെ എക്സാമ്പിൾ ആലോചിച്ച് നോക്കി. ആദ്യം ടിന്ന് നമ്മൾ എന്ത് ചെയ്തേക്കായിരുന്നു? റെസ്റ്റിൽ വെച്ചേക്കായിരുന്നു അല്ലേ? എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉരുട്ടി വിടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? v² = 2as എന്നായിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം നമുക്ക് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എന്ത് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷനാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പം ഞാൻ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? v²/2 = as എന്ന് കിട്ടി. അവിടെ നിർത്തുകയാണേ. കാരണം ഈ as നമ്മുടെ ഇക്വേഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ asന് പകരം എന്ത് ചെയ്യാം? നമുക്ക് ഇത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി = മാസ് ഇൻറ്റു asന് പകരം നമ്മൾ എന്ത് കൊടുക്കും? v²/2 എന്ന് കൊടുക്കും. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. കൈനറ്റിക് എനർജി = ½ mv². ഇതാണ് എന്ത്? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക സംശയം ഉണ്ടെങ്കിൽ. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് എന്ത്? ½ mv². തെറ്റല്ലേ? യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. അപ്പോൾ നമ്മളിത് എന്തൊക്കെ പഠിച്ചു? ഒന്നുകൂടി ഓടിച്ചു നോക്കിയേ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? എനർജി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. എനർജിയുടെ യൂണിറ്റ് ജൂള്. ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ യൂണിറ്റ് കാലറി. കാലറിയുടെ വലിയ യൂണിറ്റ് കിലോ കാലറി. 1 കാലറി 4.2 ജൂള്. 1 കിലോ കാലറി 4200 ജൂള്. എനർജിയിൽ ഇമ്പോർട്ടൻ്റ് മെക്കാനിക്കൽ എനർജി. മോഷനിലൂടെയോ പൊസിഷനിലൂടെയോ കോൺഫിഗറേഷനിലൂടെയോ കിട്ടുന്ന എനർജിയാണ് എന്ത് എനർജി? മെക്കാനിക്കൽ എനർജി. അത് 2 തരത്തിലുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. അതിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനോ കോൺഫിഗറേഷനോ കാരണം കിട്ടുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി. അത് 2 തരത്തിലുണ്ട്. പൊസിഷനിലൂടെ കിട്ടുന്നതും കോൺഫിഗറേഷനിലൂടെ കിട്ടുന്നതും. അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. അളക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഫോർമുല mgh ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ പറയുന്ന ഒബ്ജക്റ്റിന് അതിൻ്റെ മോഷൻ കാരണം കിട്ടുന്ന എനർജി കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എത്ര എണ്ണം? 2 എണ്ണം. മാസും വെലോസിറ്റിയും. കൈനറ്റിക് എനർജിയുടെ ഫോർമുല ½ mv². ഇത്രയും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. നോക്ക്. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അവിടെ എന്ത് കണ്ടുപിടിക്കണം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ഫോർമുല എന്താണ്? ½ mv². മാസ് 10, വെലോസിറ്റി 2, കൈനറ്റിക് എനർജി 20. മാസ് 5. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുകയാണെ നമ്മൾ ½ ഇൻറ്റു മാസ് എത്ര? 5 ഇൻറ്റു വെലോസിറ്റി എത്ര? 2ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? ½ ഇൻറ്റു 5 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4. 2 വെട്ടുമ്പോൾ പകുതി. 5 2 10. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അതുപോലെ 10 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10. 4 4ന് വരെ 8. 8 ഇൻറ്റു 10 എത്ര? 80 എന്ന് കിട്ടും. രണ്ടാമത്തെ ചെയ്യണ്ടല്ലോ. 10 ആകുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 10 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ 1. 10ൻ്റെ പകുതി 5 എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞുകൂടെ? പറയാം. നോക്ക്. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി? ഓക്കെ. ഒബ്ജക്റ്റിൻ്റെ മാസ് ഇരട്ടിയായാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് മാറ്റം വരും? ഇത് ഓർത്ത് വെച്ചോ. 100% പരീക്ഷയ്ക്ക് ഇവിടെ നിന്നൊരു ചോദ്യം വരും, ഉറപ്പാണ്. അപ്പോൾ എന്തുവാണ്? മാസ് ഡബിൾ ആയാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ½ mv². മാസ് ഡബിൾ ആവുക എന്ന് വെച്ചാൽ എമ്മിന് വരെ നമ്മൾ എന്ത് കൊടുക്കണം? 2m എന്ന് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? ½ ഇൻറ്റു 2m ഇൻറ്റു v². ആണോ അല്ലേ? മാസ് എന്ത് ചെയ്യാണ്? ഡബിൾ ആവുകയാണ്. ഓക്കെ. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന 2ഉം ദൈവം വെട്ടിക്കളയരുതേ പിള്ളേരെ. എന്ത് ചെയ്യണം? ഈ 2നെ പുറത്തു കൊണ്ടുവരണം. അപ്പോൾ 2 ഇൻറ്റു എന്താണ്? ½ mv² എന്ന് വരും. ദേവിയത് ഈ 2ഉം വെട്ടിക്കളയരുത്. ഇനി നോക്ക്. കൈനറ്റിക് എനർജി ½ mv². മാസ് ഇരട്ടിയായപ്പോൾ അത് എന്തായി? അത് 2 ഇൻറ്റു ½ mv² ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മാസ് ഡബിൾ ആയാൽ കൈനറ്റിക് എനർജിയും എന്താകും? ഡബിളായിട്ട് മാറും. അടുത്ത് വെലോസിറ്റി ട്രിപ്പിൾ ആയാൽ, വെലോസിറ്റി എന്ത് ചെയ്തു? ട്രിപ്പിൾ ആയി. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഫോർമുല ½ mv². വെലോസിറ്റി ട്രിപ്പിൾ ആയെന്ന് വെച്ചാൽ 3v എന്നാണ് അർത്ഥം അല്ലേ? വെലോസിറ്റി വരെ 3v കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും? ½ ഇൻറ്റു m ഇൻറ്റു 3v ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്ത് വരും? ½ ഇൻറ്റു m ഇൻറ്റു 3ൻ്റെ സ്ക്വയർ 9 ഇൻറ്റു v². 9നെ പുറത്തെടുക്കുമ്പോൾ 9 ഇൻറ്റു എന്ത് വരും? ½ mv² വരും. അപ്പോൾ ½ mv² ആദ്യം ഉണ്ടായിരുന്ന എനർജി, അതിലെ വെലോസിറ്റി 3 മടങ്ങായപ്പോൾ എത്ര മടങ്ങായിട്ട് കൂടി? 9 മടങ്ങായിട്ട് കൂടി. അപ്പോൾ എന്താണ്? 9 ടൈംസ് ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ½ ആയി. അപ്പോൾ എന്ത് പറ്റും? വെലോസിറ്റി ½ ആയാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്താണ്? കാരണം നോക്കിയേ, ½ mv² ആണ് വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി എന്തായി? ½ ആയി എന്ന് വെച്ചാൽ v/2 ആയിട്ട് മാറി. എങ്കിൽ കൈനറ്റിക് എനർജിക്ക് വരുന്ന മാറ്റം എന്തായിരിക്കും? ½ ഇൻറ്റു
എം ഇൻറ്റു വി ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ബൈ ടു സ്ക്വയർ 4. അപ്പോൾ ഈ 4 ഞാൻ പുറത്തെടുത്തു. അപ്പോൾ 1/4 ഇൻറ്റു 1/2 എം വി സ്ക്വയർ. ഈ 1/2 ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി. വെലോസിറ്റി പകുതിയായപ്പോൾ അത് എത്രയായി? 1/4 ആയിട്ട് കുറഞ്ഞു. എത്രയായിട്ട് കുറഞ്ഞു? അത് 1/4 ടൈംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റിക്ക് വരുന്ന മാറ്റം എന്താണോ അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിരിക്കും കൈനറ്റിക് എനർജി വരുന്ന മാറ്റം. മാസി വരുന്ന മാറ്റം എന്താണോ അതിൻ്റെ ഈക്വൽ തന്നെ ആയിരിക്കും എന്താ ഇതിൽ വരുന്ന മാറ്റം എന്ന് പറയും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം 3 ഉണ്ട്. അതെന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ് ലെങ്ത് കുറച്ച് കൂടി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഉത്തരവും ചെയ്ത് നമുക്ക് എനർജി ട്രാൻസ്ഫോർമേഷൻ എത്രയാണെന്നുള്ള അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.